ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മട്ടൺ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മട്ടൺ ഫ്രൈ, പെപ്പർ ഫ്രൈ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ഓയിൽ ഡിസ്പെൻസർ ബോട്ടിൽ മീഷോന്ന് വാങ്ങിച്ചത്, ഒരു അൺബോക്സിങ്ങും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ മട്ടൺ പെപ്പർ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഞാനിവിടെ ഒരു 1/4 കിലോ മട്ടൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയുള്ളി അത്രയും മതിയാവും. വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓണിയൻസൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത്, അപ്പോൾ ഇതിൽ ഓണിയൻ എടുത്തിട്ടുണ്ട്, കറി ലീവ്സ്, പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതാണ് 4 മെയിൻ ഇൻഗ്രീഡിയൻസ്. നെക്സ്റ്റ് നമ്മളൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ നല്ല ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസും ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. കൂടെ തന്നെ കറി ലീവ്സ് ആഡ് ചെയ്യാം. അപ്പോൾ കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. നല്ല ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ഫ്രൈ ചെയ്യുന്നു അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് ഇമ്പ്രൂവ് ആവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എരിവിനും വേറെ പച്ചമുളകോ മുളക് പൊടിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മെയിനായിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഓണിയൻ, കറി ലീവ്സ്, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി സോട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. കാരണം നമ്മളിതിൽ പെപ്പർ പൗഡർ മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളൂ, മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടില്ല, പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്പൈസിനെസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ മട്ടൺ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ആയിട്ട്, ഇതിപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ പുറത്തിപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മട്ടൺ നന്നായി കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ച പ്രോഡക്റ്റാണ്. ഇതുവരെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഓഫറിൽ മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഇത് 500 ml ആണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓഫർ റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ ഓഫർ പ്രൈസിൽ കിട്ടും. ഇത് 4 പീസസ് ആണ്. 2
96 സംതിങ്ങിന് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ബോട്ടിലാണ്. ഇതിന് മുകളിലത്തെ ഈ സംഭവം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, പക്ഷേ അതൊരു മെറ്റാലിക് ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ യൂസ് ചെയ്യാനും നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒന്നും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. ഭയങ്കര തിക്കായിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഓയിൽ വാങ്ങിക്കുന്ന അതേ ബോട്ടിലല്ലേ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളിതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.